ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു MCQ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് ഓഫ് എ സിമെൻറ്റ് ഡിപ്പെൻസ് ഓൺ. ഓക്കെ, എന്താണ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ഹൈഡ്രോളിസിസ്? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിൻ്റെ ഫൈനസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സിമെന്റ് എത്ര ഫൈൻ ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആര്? റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, ഇനി അടുത്തത്, ദ ടൈപ്പ് ഓഫ് സിമെന്റ് യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞായിരുന്നു അല്ലേ? റോഡ് കൺസ്ട്രക്ഷനിൽ എന്ത് ചെയ്യണം? സിമെന്റ് പെട്ടെന്ന് ഹാർഡൻ ചെയ്യണം. അപ്പൊ റാപ്പിഡായിട്ട് ഹാർഡൻ ചെയ്യണം. അപ്പൊ ആരാണ് യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ഈസ് ടെസ്റ്റഡ് ബൈ. ഓക്കെ, അപ്പം സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് ടെസ്റ്റ് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ലേ ഷാറ്റ്ലിയർ ടെസ്റ്റും പറഞ്ഞു, ഓട്ടോക്ലേവ് ടെസ്റ്റും പറഞ്ഞു. ലേ ഷാറ്റ്ലിയർ ടെസ്റ്റിന് എന്തായിരുന്നു? ലൈം ആയിരുന്നു. ഓട്ടോക്ലേവ് ടെസ്റ്റ് എന്തായിരുന്നു? മഗ്നീഷ്യ 3% കൂടുമ്പോഴായിരുന്നു. അപ്പോൾ എന്താണ്? സൗണ്ട്നെസ് ഓഫ് ടെസ്റ്റ് ചെയ്യുന്നത് ഏത് അപ്പാരറ്റസ് വെച്ചിട്ടാണ്? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് വെച്ചിട്ടാണ്. ഇൻ കേസ് ഓട്ടോക്ലേവ് ഉണ്ടെങ്കിൽ ബോത്ത് കൊടുക്കണം കേട്ടോ. ഇനി ദ കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ ഇൻ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഓഫ് സിമെന്റ്. അപ്പൊ സിമെന്റ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരാ? ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള ആരാ? അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആരാണ്? നമ്മുടെ ലൈം സ്റ്റോൺ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ലൈം സ്റ്റോൺ എടുത്തിട്ട് ബാക്കി എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത് അല്ലേ? അപ്പൊ ലൈം സ്റ്റോൺ ആണ് മോസ്റ്റ് കോമൺ റോ മെറ്റീരിയൽ. ഇനി അടുത്ത് നോക്കിയേ, the ingredient added in the manufacturing process to control the setting time. അല്ലേ? സിമെന്റിൽ അലുമിനിയം ഉണ്ട്, അപ്പൊ പെട്ടെന്ന് സെറ്റ് ആയി പോകും. അത് കൺട്രോൾ ചെയ്യാൻ ആരെ ആഡ് ചെയ്യുന്നത്? നമ്മുടെ ജിപ്സത്തിനെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കി, ദ മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്. പോർട്ട്ലാൻഡ് സിമെന്റിലും 63 അറൌണ്ട് 63% ഉള്ള ആരാണ്? ലൈം ആണ്. അല്ലെ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കാം, ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ സിമെന്റ് ഇസ് ദാറ്റ് ഓഫ്. ആരുടെ ആയിരിക്കും മാക്സിമം പെർസെൻറ്റേജ് വരിക? ലൈമിന്റെ പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ടെസ്റ്റ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം. ഓക്കെ, അൺകമ്പൈൻഡ് ലൈം, അൺകമ്പൈൻഡ് ആയിട്ട് എത്ര ലൈം ഉണ്ട്? അത് ആ ടെസ്റ്റിന് എന്താ പറയുന്നത്? സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ? ലേ ഷാറ്റ്ലിയർ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് വെച്ച് അവനെ തിളപ്പിക്കും. ഓട്ടോക്ലേവ് മെത്തേഡാണ് നമ്മൾ സ്റ്റീം പാസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ തിയറിയിൽ പറഞ്ഞ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അൺകമ്പൈൻഡ് ആയിട്ട് എത്ര ലൈം അതിനകത്ത് കിടപ്പുണ്ടെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ആരാണ് അൺകമ്പൈൻഡ് ലൈം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്? സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് വെച്ചിട്ടും ഓട്ടോക്ലേവ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എന്താ? ദ equipment used for determining the standard consistency of cement. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആരായിരുന്നു? വിക്കറ്റ് അപ്പാരറ്റസ് ആയിരുന്നു. അവനെ തന്നെയാണ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുക? ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈൻ സെറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ടെസ്റ്റ് ദ എക്സ്പാൻഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്? എക്സ്പാൻഷൻ അല്ലെ അൺസൗണ്ട്നെസ് ഒക്കെ ആരാണ്? സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ്? The quality of cement you should have high percentage of, sorry, a good quality cement should have high percentage of. ഒരു ഗുഡ് ക്വാളിറ്റി സിമെന്റിൽ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ആരാണ്? നല്ല ക്വാളിറ്റി സിമെന്റിൽ ആരാ ഏറ്റവും പെർസെൻറ്റേജ് കൂടുതൽ? ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, C3S നമ്മൾ പറഞ്ഞ സാധനം അല്ലേ? ഇനി അടുത്തത്, ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ എ സിമെന്റ്. നമ്മുടെ സിമെന്റിൽ കാണപ്പെടുന്ന ഏറ്റവും മിനിമം പെർസെൻറ്റേജ് ആരുടെയാണ്? ആരായിരുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഓരോ പെർസെൻറ്റേജ് ഓരോന്ന് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ലൈം അറൗണ്ട് 62, 67 എന്തൊക്കെ നമ്മൾ ടേബിളായിട്ട് പറഞ്ഞ കേട്ടോ. അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ലൈം എന്ന് പറയുന്നത് 62, 67 ആണ്. അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു 0.5 to 6% ആണ്. അലൂമിനിയം അറൗണ്ട് 3 to 8% ആണ്. മഗ്നീഷ്യം എത്രയേ ഉള്ളൂ? 0.1 to 4% ഉള്ളൂ. അപ്പം മിനിമം പെർസെൻറ്റേജ് ഇൻഗ്രീഡിയൻറ്റ് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്നവർ ആരാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, ഇനി ദ സിലിക്ക ഇൻ പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ്. സിലിക്ക എത്രയായിരുന്നു നമ്മൾ പറഞ്ഞാൽ? താഴെ വന്ന ആരായിരുന്നു? നമ്മുടെ സിലിക്ക ആയിരുന്നു. അവൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 20 to 25%. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ദ ക്ലിങ്കർ ഈസ് ഫോംഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. നമ്മൾ പറഞ്ഞല്ലേ ക്ലിങ്കറിനെ പറ്റി ഒറ്റ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ക്ലിങ്കർ ഏത് ടെമ്പറേച്ചറിലാണ് ഫോം ചെയ്യുന്നത്? 1500 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ എന്താണ് ഇതെല്ലാം കൂടെ ഈ എല്ലാം ലൈമും സിലിക്ക എല്ലാം കമ്പൈൻ ചെയ്ത് കിന്നിൽ നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിങ്കർ എന്താ 1500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആരുണ്ടാവും? ക്ലിങ്കർ ഉണ്ടാകും. പിന്നാണ് അവനെ നമ്മൾ ഫൈൻ ചെയ്തെടുക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത് എന്താ? The amount of gypsum usually added in the manufacture of cement.
അപ്പം ജിപ്സത്തിന്റെ പെർസെൻറ്റേജ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞു <5 ആയിരിക്കണം. പിന്നെ അവൻ്റെ 2 to 3 വേരി ചെയ്യും, അല്ലെങ്കിൽ ഒരു 3% അറൗണ്ട് കാണും, അല്ലെങ്കിൽ എന്താ പറഞ്ഞ C3A കണ്ടന്റ് അനുസരിച്ചിട്ട് ജിപ്സ് ആഡ് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഇപ്പം ഈ ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 to 5% എടുക്കാം. ഓക്കെ, ജിപ്സത്തിന്റെ പെർസെൻറ്റേജ്. ഇനി അടുത്ത് നോക്കി, ദ സ്ലോ സിറ്റിംഗ് സിമെന്റ് വിൽ ഹാവ് എ ഹൈ പെർസെൻറ്റേജ് ഓഫ് സ്ലോ സിറ്റിംഗ് സിമെന്റ്. അപ്പൊ അവൻ എന്താണ് സ്ലോ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അവനിൽ എന്തായിരിക്കും ആഡ് ചെയ്തേക്കുന്നത്, ജിപ്സ് ആയിരിക്കും ആഡ് ചെയ്തേക്കുന്നത്. ഇനി അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ഇസ് പ്രൊവൈഡഡ് ബൈ, നമ്മൾ ബോക്സ് കോമ്പൗണ്ട്സ് പറഞ്ഞു അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെ ഗ്രാജുവൽ സ്ട്രെങ്ത് അല്ലെ 1 year സ്ട്രെങ്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ C2S ആണ്. അപ്പൊ നമ്മുടെ ടേബിൾ ഒക്കെ നന്നായിട്ട് ഒന്നുകൂടെ നോക്കണം കേട്ടോ. ഇനി അടുത്തത്, ദ സ്പെസിഫിക് സർഫസ് ഏരിയ, നമ്മൾ സെന്റിമീറ്റർ, അതെന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ ചോദിച്ചേക്കുന്നത് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം, അതായത് എത്ര ഏരിയ ഒരു ഗ്രാമിൽ. അപ്പം ഒരു ഗുഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ അത് സ്പെസിഫിക് സർഫസ് ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എത്രയാണ്, 2250 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ദ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്. മെയിൻ ആരായിരുന്നു നമ്മുടെ ടേബിളിൽ ആദ്യം രണ്ടാമതും വരുന്ന ആളാണ്, ആദ്യം ലൈം രണ്ടാമത് സിലിക്ക. അപ്പൊ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ ആരാണ്, ലൈം സിലിക്ക. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, if P is the percentage of water required for normal consistency. അപ്പൊ നോർമൽ കൺസിസ്റ്റൻസി അറ്റൈൻ ചെയ്യാൻ, അതായത് എന്താണ്, നമ്മുടെ മൗൾഡിൽ നിന്ന് 33 to 35% മൗൾഡിന്റെ ടോപ്പിൽ നിന്ന് നമ്മുടെ പ്ലഞ്ചർ ഇറങ്ങണം, ബോട്ടത്തിൽ നിന്ന് 5 to 7 mm ആയിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി വാട്ടർ പി ആണെങ്കിൽ എന്താണ്, നമ്മൾ എത്ര വാട്ടർ ആണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റിന് ആഡ് ചെയ്യേണ്ടത്, 0.85 p. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, gypsum is added in the manufacturing process of Portland cement in order to. ജിപ്സത്തിനെ പറ്റി നമുക്കൊരു സ്ലൈഡ് തന്നെ ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ എല്ലാം വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ജിപ്സം എന്തിനാണ് നമ്മൾ പോർട്ട്ലാൻഡ് സിമെന്റിൽ ആഡ് ചെയ്യുന്നത്, നമ്മുടെ സെറ്റിംഗ് ടൈം ലെങ്തൻ ചെയ്യണം. എന്തുകൊണ്ട്, നമ്മൾ സിമെന്റിൽ അലുമിനിയം ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ സെറ്റിംഗ് ടൈം ലെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജിപ്സം ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് സിമെന്റ് പ്രൈമറിലി ഡിപ്പെൻസ് അപ്പോൺ. അപ്പൊ നമ്മുടെ ഒരു സിമെന്റിന്റെ സ്ട്രെങ്ത് പറയാം, അതിന്റെ ക്വാളിറ്റി പറയാം, അങ്ങനെ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്, വാട്ടർ സിമെന്റ് റേഷ്യോ അല്ലെ. എത്ര വാട്ടർ സിമെന്റ് റേഷ്യോ ഉണ്ട്, വെള്ളം കൂടി പോയാൽ സ്ട്രെങ്ത് കിട്ടുമോ, ഇല്ല, ഒരു ഒപ്റ്റിമം പെർസെന്റേജ് ഉണ്ട്, അപ്പൊ അത്രയും വെള്ളം ആഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സിമെന്റിനെ പ്രൈമറിലി ആരാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. Text conducted to determine the quantity of water to be added in cement to form standard paste. ഒരു സ്റ്റാൻഡേർഡ് പേസ്റ്റ് ആയിട്ട് സിമെന്റ് ഉണ്ടാക്കണം, അതിൽ എത്ര വാട്ടർ ആഡ് ചെയ്യണം, അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താ, കൺസിസ്റ്റൻസി ടെസ്റ്റ്. കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ത് വെച്ചാൽ ചെയ്യുന്നത്, വിക്കറ്റ് അപ്പാറ്റസ് വെച്ചാൽ. വിക്കറ്റ് അപ്പാറ്റസ് വെച്ചിട്ട് നമുക്ക് 3 ടെസ്റ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ചെയ്യാം, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യാം, ഫൈനൽ സെറ്റിംഗ് ടൈം. ഓക്കെ, അതിനകത്ത് വരുന്ന ആ വാട്ടർ കണ്ടന്റ് അനുസരിച്ചിട്ട് അതിന്റെ 0.85 p എടുത്തിട്ട് അത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യും. ഹാഫ് അവർ അറൗണ്ട് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം എത്ര, 10 hours. ഓക്കെ, അപ്പൊ അതെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്തോണേ. ഇനി അടുത്ത എന്താണ്, പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ ബേണിംഗ് ഇൻ എ കിൻ ദ ഫോളോയിങ് ഇൻഗ്രീഡിയൻസ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ, ലൈം ആൻഡ് ക്ലേ, ലൈംസ്റ്റോൺ ആൻഡ് അലുമിന, ലൈംസ്റ്റോൺ ആൻഡ് സാൻഡ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്താ, ലൈംസ്റ്റോൺ ആൻഡ് ക്ലേ. ലൈംസ്റ്റോൺ ആൻഡ് ക്ലേ ആണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്, എങ്കിലും മേജർ ആയിട്ട് വരുന്ന ലൈംസ്റ്റോൺ ആൻഡ് ക്ലേ ആണ് നമ്മൾ എന്ത് ചെയ്യുക, കിന്നിൽ ബേൺ ചെയ്യിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, 1 meter cube of Portland cement is taken as equivalent to. ഒരു മീറ്റർ ക്യൂബ്, ഒരു മീറ്റർ ഹൈറ്റ്, ഒരു മീറ്റർ ലെങ്ത്, ഒരു മീറ്റർ വിഡ്ത്ത് ഉള്ള ഒരു മീറ്റർ ക്യൂബിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ എത്ര ബാഗ് പോർട്ട്ലാൻഡ് സിമെന്റ് വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞ അതിന്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, നമ്മൾ പറഞ്ഞ PPT പറഞ്ഞ 2 പോയിന്റ്സ് നമുക്ക് വേണം. ഒന്ന് എന്താണ്, നമ്മുടെ ഡെൻസിറ്റി ഓഫ് സിമെന്റ്. ഡെൻസിറ്റി ഓഫ് സിമെന്റ് കാണാൻ പഠിച്ചു വെക്കണം, 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതാണ് എന്താ ഡെൻസിറ്റി. ഒരു ബാഗ് സിമെന്റ് എത്ര വരും, 50 കിലോഗ്രാം വരും. അപ്പൊ ഒരു മീറ്റർ ക്യൂബിൽ എത്ര ഫില്ല് ചെയ്യാൻ വേണം, 1440 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, അറൗണ്ട് 28.8 ബാഗ്സ് വേണം. ഓക്കെ, 28.8 ഇവിടെ ഉണ്ടോ, ഇല്ല, 29 ഉണ്ടെങ്കിലും എഴുതായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അറൗണ്ട് വരുന്നത് 30 ബാഗ്സ് ആണ്, അവിടെ നമ്മൾ 30 ബാഗ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഇനി അടുത്ത നോക്കി, സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓഫ് സിമെന്റ് ഈസ് ഡ്യൂ ടു. സിമെന്റ് സെറ്റ് ചെയ്യും ഹാർഡൻ ചെയ്യുന്ന എന്ത് കാരണമാണ്, ഹൈഡ്രേഷൻ കാരണം അല്ലെ. അപ്പം ക്യൂറിങ്, ഇവാപ്പറേഷൻ, പ്രസൻസ് ഓഫ് വാട്ടർ, എല്ലാത്തിനകത്തും വാട്ടർ വരുന്നുണ്ട്. പക്ഷെ ഓർത്തോണം, സെറ്റിങ് ഹാർഡനിങ് സിമെന്റ് വരുന്നത് എന്ത് കാരണമാണ്, അതിന്റെ ഹൈഡ്രേഷൻ കാരണമാണ്.
ഇനി അടുത്ത എന്താ? ദ മെയിൻ കോമ്പൗണ്ട് ഓഫ് പൊസോളന. പൊസോളന നമ്മൾ പറഞ്ഞല്ലേ, പൊസോളന എന്ന് പറഞ്ഞാൽ എന്താ? വോൾക്കാനിക് ഒറിജിൻ ആണ്, 80% ക്ലേ ഉണ്ട്. പൊസോളന തന്നെ നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ പൊസോളന പറഞ്ഞു. ആർട്ടിഫിഷ്യൽ പൊസോളന എന്തൊക്കെയാണ്? നമ്മുടെ ഫ്ലൈ ആഷ്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഈ പൊസോളനയുടെ മെയിൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിലീഷ്യസ് മെറ്റീരിയൽസ് ആയിരിക്കും. ഓക്കെ, പൊസോളനയുടെ മെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് സിലീഷ്യസ് ഇൻ നേച്ചർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നോർമൽ കൺസിസ്റ്റൻസി ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്. നമ്മൾ പറഞ്ഞല്ലേ, പോർട്ട്ലാൻഡ് സിമെന്റ് നമ്മൾ നോർമൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ നോർമൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കേരിയസ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിമെന്റ്. ഇത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. സിലിക്ക എന്താണ്? സിലീഷ്യസ് മെറ്റീരിയൽ, അപ്പൊ അതല്ല, എ ഓപ്ഷൻ കളഞ്ഞു. ക്ലേ എന്താ? അർജിലേഷ്യസ് മെറ്റീരിയൽ, അവനെയും കളഞ്ഞു. ഓക്സൈഡ് ഓഫ് അയൺ കാൽക്കേരിയസ് ആണോ? അല്ല, അവനെയും കളഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആളാണ് മാൾ. അപ്പൊ മാളിനെ പറ്റിയിട്ട് നമ്മൾ തിയറി എഴുതാൻ പറഞ്ഞില്ല. മാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതൊരു എർത്തി മെറ്റീരിയൽ, നമ്മൾ ജിയോടെക്കിലൊക്കെ പഠിക്കുന്ന മാൾ എന്ന് പറയുമ്പോൾ ഒരു എർത്തി മെറ്റീരിയൽ ആണ്. അതിനകത്ത് എന്താണ്? ഒരു കാർബണേറ്റ് മിനറൽസ്, ക്ലേസ്, സിൽട്ട് ഒക്കെ റിച്ച് ആയിട്ട് കാണും. പിന്നെ എന്താണ്? ഇത് ഹാർഡൻസ് ചെയ്യുമ്പോൾ അതൊരു മാൾ സ്റ്റോൺ ആയിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്കൊരു മിക്സ്ചർ ഓഫ് ക്ലേ ആൻഡ് കാൽഷ്യം കാർബണേറ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഇതിനകത്ത് ഡോമിനന്റ് കാർബണേറ്റ് മിനറൽ എന്ന് പറഞ്ഞാൽ കാൽഷ്യേറ്റ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ എന്തിനാ? ഈ സോയിൽ കണ്ടീഷനിങ്ങിന് യൂസ് ചെയ്യും. ഓക്കെ, ഒരു ന്യൂട്രലൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. അസിഡിക് സോയിൽ ഒക്കെ ആണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സോയിൽ കണ്ടീഷണർ ആയിട്ട് ഈ മാളിനെ യൂസ് ചെയ്യും. പിന്നെ എന്തിനു യൂസ് ചെയ്യും? നമ്മുടെ സിമെന്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാളിനെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A cement bag containing 0.035 cubic meter of cement by volume. നമ്മൾ accurate value പറഞ്ഞ് 0.03477 അതല്ലേ? അത് റൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 0.035 ആക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ a cement bag containing 0.035 cubic meter of cement by volume, how many bags will 1 ton of cement comprise? 1 ton എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 കിലോഗ്രാം. 1000 കിലോഗ്രാം, 1000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര സിമെന്റ്? 1000 കിലോഗ്രാം ആണ്. എത്ര ബാഗ് നമുക്ക് വേണം? ഇപ്പോൾ ഒരാൾ നമുക്ക് ഓർഡർ ചെയ്യാം, ഒരു 1 ടൺ സിമെന്റ് നമുക്ക് വേണം. 1 ടൺ സിമെന്റ് നമ്മൾ എത്ര ബാഗ് എടുക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം, ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 50 ഗ്രാം. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ എത്ര വരും? 20 ബാഗ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചോളാലോ. ഓക്കെ, അപ്പം ബാക്കി തിയറി പോർഷൻസും പ്രോബ്ലം ഒക്കെ നോക്കുക, നന്നായിട്ട് പഠിക്കുക. സിമെന്റ് പോർഷനിൽ എന്തായാലും ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. നന്നായിട്ട് പഠിക്കുക. IS കോഡ്സ് ഒക്കെ നോക്കുക. നമ്മൾ തിയറി പോർഷൻ IS കോഡ്സ് വന്നിട്ടുണ്ട്. ബോക്സ് കോമ്പൗണ്ട്സ് നോക്കുക. പിന്നെ ഡിഫറെന്റ് സെറ്റിംഗ് ടൈം, അതിന്റെ സ്ട്രെങ്ത് 7 ദിവസത്തിൽ എത്ര, ഒപിസിയുടെ സ്ട്രെങ്ത് 7 ഡേയ്സിൽ എത്ര, 20 ഡേയ്സിൽ എത്ര, പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമെന്റ് ചെറിയ ചെറിയ എന്താ, അതൊക്കെ നമ്മൾ തിയറി ഞാൻ പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.